കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഓക്കെ, അപ്പോ നമ്മുടെ മാത്സിന്റെ റിവിഷൻ ആണെന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചെയ്തു പോവാം. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, കാരണം എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കവറപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ തന്നെ ഒരുവിധം കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആവും. ഒരു ലാസ്റ്റ് ടൈം റിവിഷന് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആ ഓർഡറിൽ തന്നെയാണ്, നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോണിക് സെഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കും. ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമുക്ക് അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തോളുക. അങ്ങനെ കുറച്ചധികം ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, കാരണം വളരെ ഇനിയൊരു ഹാർഡ്ലി ഒരു 2 ദിവസം കൂടെ നമ്മുടെ എക്സാമിനായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാക്സിമം എല്ലാ ഏരിയയിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്ലാസ് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഫൈൻഡ് ദ ഫോക്കസ് ഓഫ് പരാബോള വിത്ത് ഇക്വേഷൻ y² = 100x. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇക്വേഷൻ ഓഫ് പരാബോള, പരാബോളയുടെ ഇക്വേഷൻ ആണ്. ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് y² = 100x എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പാരാബോളിക് ഇക്വേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഈ പരാബോള, ഈ ഒരു കോണിക് സെക്ഷന്റെ പ്രത്യേകത, നമുക്ക് ഏത് ആക്സിസിൽ വേണോ, ചിലപ്പോൾ x ആക്സിസിലായിരിക്കും ഇത് ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ y ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏത് ആക്സിസിലാണ് അല്ലെങ്കിൽ ഏത് കോർഡിനേറ്റിലാണ് എന്നതൊക്കെ സംബന്ധിച്ചിട്ട് അതിന്റെ ഇക്വേഷൻസിന് ഡിഫറൻസ് വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇതുമായിട്ട് ഏറ്റവും അനലോഗസ് ആയിട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് y² = 4ax എന്ന് പറയുന്ന പാരാബോളിക് ഇക്വേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ y² = 4ax. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കമ്പയർ ചെയ്യാം. y² = 100x ആൻഡ് y² = 4ax ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 4a = എന്തെന്ന് കിട്ടും? 100 എന്ന് കിട്ടും. ശരിയല്ലേ? 4a = 100. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ നമുക്ക് കിട്ടുക 25 എന്നാണ്. ഓക്കെ, അപ്പോ ഒരു പാരാബോളിക് ഇക്വേഷൻ y² = 4ax ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് a,0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഫോക്കസ് എന്താണെന്ന് പറയാം? 25, 0. ഇതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, അപ്പൊ നമ്മൾ പാരാബോളിക് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളെങ്കിൽ അതിന് അനലോഗസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ ആ ഇക്വേഷൻസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ജനറൽ ഇക്വേഷനെയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷനെയും ഒന്ന് കമ്പയർ ചെയ്താൽ മതി. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ആണോ അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, ആ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 25, 0. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ ഇതേ ടൈപ്പിലുള്ള നമുക്ക് എല്ലാ ഇതും കവർ ചെയ്യുന്ന രീതിയിൽ, എല്ലാ ഇതും ആക്സിസും അലൈൻമെന്റ്സും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാം. എല്ലാ ക്വസ്റ്റ്യൻസും കാണുമ്പോൾ സിമിലർ ആയിട്ട് ഇരിക്കുമെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫോക്കസ് ഓഫ് ദ പരാബോള വിത്ത് ഇക്വേഷൻ y² = 100x എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, y² = 100x. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഇവിടെ s² = -100x ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് ജനറൽ ഇക്വേഷൻ ആയിട്ടുള്ള y² = -4ax എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. പാരാബോളിക് ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി അത് ചെയ്തു പോകണ്ട, കാരണം ബാക്കിയെല്ലാം നമ്മൾ തൊട്ട് മുമ്പത്തെ ഇതിൽ ചെയ്താണ്. എല്ലാം സിമിലർ ആയിട്ട് തന്നെ കിട്ടും. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ ഡി.
ലൈക്ക് നമ്മുടെ ഫോക്കസ് വരുന്നത് ഇവിടെ -a0 ഫോക്കസ് വരിക. അപ്പം എയുടെ വാല്യൂ ഇവിടെ 25 എന്നാണ് കിട്ടുക. അപ്പോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. -25 ആണ് നമ്മുടെ ഇക്വേഷൻ ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫോക്കസ് ഓഫ് ദ പരാബോള വിത്ത് ഇക്വേഷൻ x² = 100y. അപ്പൊ ഇവിടെ x² വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ x² = 4ay എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, x² = 4ay. അപ്പൊ ഇവിടെ ഫോക്കസ് വരുന്നത് സി നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ എക്സിലാണ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. x² എന്ന് പറഞ്ഞിട്ടാണ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോക്കസ് ലൈ ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഫോക്കസിന്റെ ഒരു ഇതെന്ന് പറയുന്നത് 0a ആയിരിക്കും. 0a ഇതാണ് ഫോക്കസിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഫോക്കസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0a ആണ്. അപ്പൊ നമ്മൾ അനലോഗസ് ആയിട്ട് എഴുതുക. അനലോഗസ് ആയിട്ട് ഉള്ള ടേംസ് കമ്പയർ ചെയ്യുക. ടേംസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ 25 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് പറയാമോ? എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ 025 ആയിരിക്കും ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിന് ഇനി നമ്മൾ ഇക്വേഷൻ തന്നെ എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. അടുത്ത ക്വസ്റ്റിന്റെ ഓപ്ഷൻ എന്തായിരിക്കും? നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ദാറ്റ് ഈസ് ദ അപ്പൊ നമ്മൾ 4 ഡിഫറെന്റ് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം. ഇവിടെ പരാബോളയുടെ ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ലാറ്റസ് റെക്റ്റം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് പരാബോള y² = 100x. പരാബോളിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് y² = 100x. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ ഇതുമായിട്ട് തന്നെ നമ്മുടെ സാധാരണ ഇക്വേഷനുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുക. എന്താണ്? y² = 4ax എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഈ എഴുതുന്നത് കറക്റ്റ് സൂം ആണോ അതോ കുറച്ചുകൂടെ സ്ക്രീൻ സൂം ഇൻ ചെയ്യണോ? കറക്റ്റ് ആണ് സർ. ഓക്കെ. അപ്പോ y² = 4ax എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ഇനി നമ്മൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് x = a ആണ്. x = a ആണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം. y തുടങ്ങുന്ന ഇക്വേഷൻ ആണെങ്കിൽ y² = 4ax ആണെങ്കിൽ വേറെ x = a ആണ് ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് 25 എന്നാണ് കിട്ടുക. അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ടൈം സേവ് ചെയ്യാനായിട്ടാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പഠിച്ചു പോകാമല്ലോ. അപ്പൊ അതിനനുസരിച്ചാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = a ആണ് എങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ വരും. ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ x = 5 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള y² = -100x. ആൻസർ പറഞ്ഞോളൂ. y² = -100x. ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി ആണ്. ഇവിടെ നമ്മൾ സെയിം ഇക്വേഷൻ തന്നെയാണ്. എന്ത്? x = a തന്നെയാണ് ഇക്വേഷൻ. പക്ഷെ ഒരു മൈനസ് കൂടെ നമുക്ക് എക്സ്ട്രാ വരും. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ നമ്മൾ ഒന്ന് മോഡിഫൈ ആണെങ്കിൽ x = -a ആണ് ഇവിടുത്തെ ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. x = -a. അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. x = -25 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള x² = 100y. സോ ഇവിടെ പരാബോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x² ആണ്. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് y = a ആണ്. ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ y = a ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ ഡി തന്നെയാണ്. y = 25 ആണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് സിമിലർ ആയിട്ടുള്ള മറ്റു പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി കിട്ടാനായിട്ട്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ x² = -100y ആണ് പരാബോളിക് ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി is the answer. y = -25.
അപ്പോ ഫോക്കസ് ഏത് രീതിയിലാണ് പാരാബോളിക് ഇക്വേഷൻ ഏത് രീതിയിലാണ് ചോദിക്കുന്നതെങ്കിലും നമുക്ക് ഫോക്കസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനും ഇനി ഇക്വേഷൻ ഓഫ് ലാറ്റിസ് റെക്റ്റം കണ്ടുപിടിക്കാനും പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള y സ്ക്വയർ ഈക്വൽ ടു 100x. അപ്പൊ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നയൻത് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. അപ്പൊ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x is equal to minus a. x is equal to minus a ആണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയാം. അപ്പൊ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ലൈൻ ആണ്. ഇറ്റ്സ് എ ലൈൻ പാരലൽ ടു ദ ലാറ്റസ് റെക്റ്റം. ഓക്കെ, ലാറ്റസ് റെക്റ്റത്തിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ പേരാണ് ഡയറക്ട്രിക്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഡയറക്ട്രിക്സ് വരയ്ക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ഒരു പരാബോളയുടെ ഒരു വെർട്ടെക്സ് ഉണ്ടല്ലോ, ഈ പരാബോളയുടെ വെർട്ടെക്സ് ഈ രണ്ട് ലൈൻസിന്റെയും, അതായത് നമ്മുടെ ലാറ്റസ് റെക്റ്റത്തിന്റെയും ഡയറക്ട്രിക്സിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും ഈ ഒരു പാരാബോളിക് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അതാണ് ഡയറക്ട്രിക്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഡയറക്ട്രിക്സ് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റ് ഒന്ന് അതൊരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരിക. അപ്പൊ അത് ഡയറക്ട്രിക്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്താൽ മതി. അപ്പോ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to minus a ആണ്. x is equal to minus a ആണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. സോ ഇവിടെ പാരാബോളിക് ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 100x എന്നാണ്. അപ്പൊ നമ്മുടെ നോർമൽ ഇക്വേഷനുമായിട്ട് നമുക്ക് ഇതിനൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യേണ്ട ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് കമ്പയർ ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് a is equal to നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ 25 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്തായിരിക്കും? x is equal to minus 25 ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. 9th ക്വസ്റ്റ്യൻ ആൻസർ ബി, x is equal to minus 25 ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ക്ലിയർ? അപ്പം ഇതേ രീതിയിലുള്ള ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 100x ആണ്. അപ്പൊ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x is equal to minus a എന്ന് വരും, പ്ലസ് a എന്ന് വരും. X is equal to 25. Option A. x is equal to plus a എന്ന് വരും. x is equal to a. ഓക്കെ, അപ്പൊ ഇവിടെ എയുടെ വാല്യൂ കിട്ടുന്നത് 25 ആണ്. മൈനസ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x is equal to 25 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള y ഈക്വൽ ടു 4ax. y ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പരാബോളയുടെ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് 11th ക്വസ്റ്റ്യൻ. അപ്പൊ അത് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? എൻ പോയിന്റ് ഓഫ് ദ പരാബോള, അതാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പരാബോളയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സപ്പോസ് ഇതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പരാബോളയുടെ വെർട്ടെക്സ് ഒറിജിൻ ആണെന്നിരിക്കട്ടെ, 0 0 ആണ് വെർട്ടെക്സ്. ഒറിജിൻ ആണെങ്കിൽ ഒറിജിന്റെ കോർഡിനേറ്റ് 0 0 ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പരാബോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4ax മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ വെർട്ടെക്സ് എന്താണ്? ഇങ്ങനെ ഇതാണ് പാരാബോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ മൈനസ് 4a ഇൻറ്റു എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 0 y മൈനസ് 0 എന്ന് പറയുന്നത് y തന്നെയാണ്, എക്സ് മൈനസ് 0 എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പാരാബോളിക് ഇക്വേഷൻ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാരാബോളയുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞു നോക്കി. എന്താണ് ഈ പാരാബോളിക് ഈ ഒരു പാരാബോളയുടെ വെർട്ടെക്സ് ഏതായിരിക്കും? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി is the answer. Option B. Option B is the answer. Yes. Next question. Find the length of latus rectum. Latus rectത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോ നമുക്ക് പാരാബോളിക് ഇക്വേഷൻ ഇനി ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. y സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 40x എന്നാണ് ഇക്വേഷൻ. y സ്ക്വയർ ഈക്വൽ ടു 40x എന്നാണ് നമ്മുടെ പാരാബോളിക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് എ പരാബോള എന്ന് പറയുന്നത് 4a ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് എ പരാബോള എന്ന് പറയുന്നത് 4a. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4a ഈക്വൽ ടു എത്രയാണ്? y സ്ക്വയർ ഈക്വൽ ടു 4ax എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പൊ 4a ഈക്വൽ ടു 40 അല്ലേ? 4a ഈക്വൽ ടു 40 ആണ്.
അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എത്ര വരും? 4a is equal to 40. ഇത് തന്നെയാണ് ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ എത്ര യൂണിറ്റ് ആണ്? ഓപ്ഷൻ സി 40 യൂണിറ്റ്സ് ഈസ് ദ ആൻസർ. അപ്പോ ഇക്വേഷൻ ഓഫ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത് എന്താണ്? 4a equal to 4a ആണ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. അവിടെ 10 അല്ലേ വരിക എ എന്ന് പറയുന്നത്? അല്ലല്ല, എ അല്ല. ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എ അല്ല, 4a ആണ് ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് 4a വാല്യൂ എത്രയാണ് എന്ന് എടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ഓഫ് parabola which is symmetric about x-axis with vertex 0, 0 and pass through 3, 6. അപ്പോ 3, 6 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് ഒറിജിനിൽ കൂടെ വെർട്ടെക്സ് ഒറിജിനിൽ കിട്ടുന്ന പാരാബോളിക് ഇക്വേഷൻ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ പരാബോള വിച്ച് ഈസ് സിമെട്രിക് ടു എക്സ് ആക്സിസ് വിത്ത് വെർട്ടെക്സ് 0, 0. അതാണ് നമ്മുടെ നോർമൽ പരാബോള എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് അതായത് വരച്ച് കാണിക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെ എക്സ് ആക്സിസിന് സിമെട്രിക് ആയിരിക്കും, അതുപോലെ 0, 0 വെർട്ടെക്സ് കിട്ടും. ഈ ഒരു പരാബോള ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത് എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പരാബോള 3, 6 എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ സിൻസ് ദ പരാബോള പാസ് ത്രൂ 3, 6 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പരാബോളയുടെ ഇക്വേഷൻ എങ്ങനെയും പറയാം 6 സ്ക്വയർ ഈക്വൽ ടു, അപ്പം ഇവിടെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് നോർമലി ഒരു കോർഡിനേറ്റ് നമ്മൾ എഴുതുമ്പോൾ എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതും, y കോർഡിനേറ്റ് രണ്ടാമത് എഴുതും. ഓർഡിനേറ്റ് എന്നോ ആക്സസ് ചെയ്യുന്നു റെസ്പെക്റ്റീവ്ലി ഇതിനെ പറയും. ഓക്കെ, അപ്പൊ ഇവിടെ x is equal to 3 ആണ്, y is equal to 6 ആണ്. ഈ വാല്യൂസ് നമ്മൾ എടുത്ത് എന്ത് കൊടുക്കുക? ഈ ഒരു ഇക്വേഷനോട്ട് കൊടുക്കുക. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. അതിന് പകരം നമുക്ക് 6 സ്ക്വയർ ഈക്വൽ ടു 4a ഇൻറ്റു എക്സിന് പകരം നമുക്ക് എത്ര കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് 36 is equal to 12 ഇൻറ്റു a എന്ന് വരും. ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് a is equal to 36/12 എന്ന് വരും. സോ ഇതിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? a is equal to 3 എന്ന് കിട്ടി. a is equal to 3 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ പാരാബോളിക് ഇക്വേഷൻ എഴുതാമല്ലോ. നമുക്ക് ആ ജനറൽ ഇക്വേഷനിൽ എയുടെ വാല്യൂ 3 എന്ന് കൊടുത്താൽ മതി. അതായത് y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ y സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു എക്ക് പകരം നമുക്ക് 3 എന്ന് കൊടുക്കാം, 3 ഇൻറ്റു എക്സ്. അതായത് y സ്ക്വയർ ഈക്വൽ ടു 12x ആണ് നമ്മുടെ ഈ ഒരു പാരാബോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, y സ്ക്വയർ ഈക്വൽ ടു 12x. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇത്രയും ഇങ്ങനെ ഇൻറ്റു എല്ലാം ഇങ്ങനെ പറയുന്നത്. നമ്മൾ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ടൈമൊന്നും എടുക്കരുത്. ജനറൽ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് a is equal to 36/12 എന്നൊന്നും എടുത്ത് എഴുതേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എയുടെ വാല്യൂ 3 ആണെന്ന്. ആ 3യുടെ വാല്യൂ പെട്ടെന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഇങ്ങനെ ഒരു പോയിന്റ് തരും. ഈ പരാബോളയുടെ ആദ്യം അതിന്റെ കുറച്ച് കൺസ്ട്രെയിൻസും തരും, പിന്നെ അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും തരും. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വഴിയാണ് നമ്മൾ ആ പരാബോളയുടെ ഇക്വേഷൻ ഫോം ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഓഫ് പരാബോള which is symmetric about y-axis with vertex 0, 0 and pass through 6, 3. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് സിമെട്രിക് അബൌട്ട് y ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാരാബോളിക് ഇക്വേഷൻ ആൻസർ അല്ല, ജനറൽ ഇക്വേഷൻ ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ?
എന്താണ് ഈ പരാബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? വൈ സ്ക്വയർ എന്ന് വരും, എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. സ്ക്വയർ ഈക്വൽ ടു 4ay. ഇതാണ് ഒരു പാരാബോളിക് ഇക്വേഷൻ. ഇത് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത പ്രോബ്ലം പോലെ നമ്മൾ അത് ചെയ്യണ്ടല്ലോ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണ്ടല്ലോ, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പരാബോളയുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 12y എന്ന് കിട്ടും. സെയിം എയുടെ വാല്യൂ ഒക്കെ സെയിം തന്നെ കിട്ടും. എക്സും വൈയും ആ പ്ലേസ് ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 12y. ക്ലിയർ? ഓക്കെ, യെസ്. ഇനി 15th ക്വസ്റ്റ്യൻ, ആൻഡ് എലിപ്സ്. അപ്പോ പരാബോളയുടെ ഇത്രയാണ് പരാബോളമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിൻ ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത. ഇത്രയും ക്വസ്റ്റ്യൻസ് മീൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ പോകുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ അവർ ചോദിക്കുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് എലിപ്സ് ആണ്. എലിപ്സിലേക്ക് കടക്കാണ്. സോ ആൻ എലിപ്സ് ഹാസ് ഡാഷ് വെർട്ടിസസ് ആൻഡ് ഡാഷ് ഫോസൈ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഒരു എലിപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, പരാബോള എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഷേപ്പ് ആണെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഷേപ്പ് ആണ്. അപ്പോ ഒരു എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഡാഷ് വെർട്ടിസസ്, ഇത്ര വെർട്ടിസസും ഇത്ര ഫോസയും ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഒരു എലിപ്സ്, ആൻ എലിപ്സ് ഹാസ് എന്താ പറയാ, 2 വെർട്ടിസസ്. ഓക്കെ, 2 വെർട്ടിസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതും എലിപ്സിന്റെ ഓരോ വെർട്ടിസസ് ആണ്, എൻഡ് ആണ്. ഓക്കെ, ഇനി എലിപ്സിന് എത്ര ഫോക്കസും ഉണ്ട്? എലിപ്സിന് 2 ഫോക്കസും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാം? എലിപ്സ് ഹാസ് 2 വെർട്ടിസസ് ആൻഡ് 2 ഫോസൈ എന്ന് പറയാം. ഓപ്ഷൻ ഡി. അപ്പോ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. എലിപ്സിൽ ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റ്, എലിപ്സിൽ ഒരു പോയിന്റ് ആണ്. അപ്പൊ 2 പോയിന്റ് ഉണ്ടല്ലോ, ഒരു ഫോക്കസ് F1 ഉം മറ്റേ ഫോക്കസിൽ നമുക്ക് F2 ഉമായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, മോഡുലസ് ഓഫ് PF1 പ്ലസ് PF2 റിമൈൻസ് എ കോൺസ്റ്റന്റ്. ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. എലിപ്സിന്റെ കേസിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. അപ്പൊ പി എന്ന് പറയുന്ന എലിപ്സിൽ ഒരു പോയിന്റും F1 F2 എലിപ്സിന്റെ 2 ഫോക്കസുകളുമാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ എലിപ്സിലുണ്ട്. എന്താണ്? മോഡുലസ് ഓഫ് PF1. അവിടെ സൈൻ എടുക്കേണ്ട കാര്യമില്ല, സൈൻ നമ്മൾ എടുക്കേണ്ട, അതിന്റെ മോഡുലസ് എടുത്താൽ മതി. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് PF1 പ്ലസ് PF2 ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക എലിപ്സിന്റെ കേസിൽ. അപ്പൊ എലിപ്സിന് 2 ഫോക്കസും ഉണ്ട്, 2 വെർട്ടിസസും ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോസൈ എന്ന് പറയുന്ന ഫോക്കസിന്റെ പ്ലൂറൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ ഓഫ് എലിപ്സ് x by 25 the whole square plus y by 16 the whole square equal to 1. ഓക്കെ, അപ്പൊ ഒരു എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? x by a the whole square plus y by b the whole square equal to 1 ആണ് എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ x by 25 the whole square plus y by 16 the whole square എന്നാണ് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ ഒരു ഇതുണ്ട്, ലൈക്ക് യെസ്, എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 എന്നാണ് കേട്ടോ. ലൈക്ക് ആ ഹോൾ ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനിൽ വന്ന ചെറിയൊരു കറക്ഷൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യനെ നമ്മൾ എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 എന്നാക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ ഇതാണ് എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷനെ അതിന്റെ ജനറൽ ഫോമിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 25 നമുക്ക് 5 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 16 4 സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽ ടു 1 എന്ന് വരും. അതായത് എക്സ് ബൈ 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഒരു എലിപ്സ്, അപ്പൊ ഇതാണ് എലിപ്സിന്റെ ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷനെ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്.
സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 5 എന്നും കിട്ടും, ബിയുടെ വാല്യൂ 4 എന്നും കിട്ടും. എ ഇസ് ഈക്വൽ ടു 5 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 4. ഇനി ഒരു എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഫോസൈഡ് ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് C0 ആണ്. അതായത് രണ്ട് കോർഡിനേറ്റ് ഉണ്ടല്ലോ, രണ്ട് ഫോക്കസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് C0 അല്ലെങ്കിൽ C0 എന്നും രണ്ടാമത്തെ ഫോക്കസ് മൈനസ് C0. ഇതാണ് ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ ആ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ 25 മൈനസ് ബി സ്ക്വയർ 16 ആണ്, ഈക്വൽ ടു സി സ്ക്വയർ വിച്ച് ഇംപ്ലൈസ് സി സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് വരും. ആൻഡ് സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9. റൂട്ട് ഓഫ് 9 എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലസ് ഓർ മൈനസ് 3. അപ്പൊ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 3 0. അപ്പൊ ഇതാണ് ഒരു എലിപ്സ് തന്നിട്ട് അതിന്റെ ഫോക്കസിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എയും ബിയും കണ്ടുപിടിക്കുക, എന്നിട്ട് എയും ബിയും കണ്ടുപിടിച്ചതിന് ശേഷം സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് C0 എന്നാണ്. അപ്പൊ ആ ഒരു ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അധികം ഒന്നും ചെയ്യാനില്ല. ഇതിലെ ഏറ്റവും ജോലി എന്ന് പറയുന്നത് എയും ബിയും കണ്ടുപിടിക്കുകയാണ്. അത് എയും ബിയും കറക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർസ് തന്നെ തരാനാണ് സാധ്യത, അല്ലാതെ സ്ക്വയർസ് അല്ലാത്ത നമ്പർ തരാൻ സാധ്യത കുറവാണ്. സ്ക്വയർസും മാത്രമല്ല ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് തന്നെ തരാനായിരിക്കും സാധ്യത. കാരണം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതൊരു പൈതഗോറസ് ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ കറക്റ്റ് സ്ക്വയർ റൂട്ട് കിട്ടുന്ന അല്ലെങ്കിൽ രീതിയിലായിരിക്കും തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാവുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആയിരിക്കും. ചിലപ്പോൾ റൂട്ട് 2 റൂട്ട് 3 ഒക്കെ വന്നാലായി. അത് വരികയാണെങ്കിലും പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് അത് ചെയ്യാൻ അറിയില്ലേ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട്? അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ കൂടി അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് ഇത്രയും വലുതായിട്ടൊന്നും ചെയ്യണ്ട, ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ 2-3 സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ ആൻസർ തീർക്കാം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എയും ബിയും വാല്യൂ നമുക്ക് കിട്ടേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ ഓഫ് ദ എലിപ്സ് x സ്ക്വയർ ബൈ 16 ദ ഹോൾ. ഇവിടെയും സെയിം തന്നെയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു വരും. x സ്ക്വയർ ബൈ 16 ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ 25 ദ ഹോൾ സ്ക്വയർ എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ x സ്ക്വയർ ബൈ 16 പ്ലസ് y സ്ക്വയർ ബൈ 25 എന്നാണ് ഈ ക്വസ്റ്റ്യനും എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് എഴുതാം എക്സ് ബൈ ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. എക്സ് ബൈ ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ബൈ എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ഇക്വേഷൻ ആക്കിയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടും? എ വലിയ നമ്പറും ബി ചെറിയ നമ്പറുമായിട്ട് എക്സ് ബൈ ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ബൈ എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ ഇക്വേഷൻസും സെയിം ആണ്. അതായത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ ചെയ്തു വരുമ്പോഴത്തേക്ക് അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അപ്പോ സി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് വരും. അപ്പൊ ഇവിടെ കോർഡിനേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താണ്? നമ്മളിവിടെ എക്സ് ബൈ ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ബൈ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് തിരിച്ചാണ് എടുത്തത് അല്ലെ? ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇക്വേഷൻ ഒന്ന് തിരിച്ചാണ് എടുത്തത്. അപ്പോ ഇതിന് ഇത്തരത്തിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ, അതായത് എ അപ്പുറത്തും ബി ആദ്യവും ആണ് വരണമെങ്കിൽ ഫോസൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 0, പ്ലസ് ഓർ മൈനസ് സി എന്ന് വരും. അതായത് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0, പ്ലസ് ഓർ മൈനസ് 3. ഇതാണ് ഫോസൈഡ് ഇക്വേഷൻ. ഓക്കെ, സോ 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 0, പ്ലസ് ഓർ മൈനസ് 3. ഇനി 18ാമത്തെ ചോദ്യം, അത് രണ്ടും സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. സോ ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ഈസിയാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സെൻട്രിസിറ്റി ഫോർ എക്സ് ബൈ 25? ഇവിടെയും സെയിം ആണ്, എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 എന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പൊ എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. എലിപ്സിലെ എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി നമുക്ക് അതിനെ സ്മോൾ ലെറ്റർ ഇ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ഇ ഈസ് ഈക്വൽ ടു സി ബൈ എ. ഇതാണ് എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇ ഈസ് ഈക്വൽ ടു സി ബൈ എ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ.
അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇക്വേഷൻ. ഇനി എയും ബിയും കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ, എയും ബിയും സിയും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ സി ഇസ് ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും, നമ്മൾ ഓൾറെഡി അത് ചെയ്തതാണ്. ഇനി എയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, എ ഇസ് ഈക്വൽ ടു 5 ആണ്, അത് നേരത്തെ നമ്മൾ സോൾവ് ചെയ്തെടുത്താണ്. അങ്ങനെയാണെങ്കിൽ എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു സി ബൈ എ, ദാറ്റ് മീൻസ് 3/5 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 3/5 ഈസ് ദ ആൻസർ ഫോർ ദ 18th ക്വസ്റ്റ്യൻ. ഇനി ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. വാട്ട് ഈസ് ദ മേജർ ആക്സിസ് ലെങ്ത് ഫോർ മേജർ ആക്സിസിന്റെ ലെങ്ത്? അപ്പോ രണ്ട് ആക്സിസുകളായിരിക്കും ഒരു എലിപ്സിന് ഉണ്ടാവുക. ഒന്ന് മേജർ ആക്സിസും മറ്റൊന്ന് മൈനർ ആക്സിസും. സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും, അങ്ങനെ രണ്ട് ആക്സിസുകളാണ് ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ്. അപ്പോ ഇക്വേഷൻ എല്ലാം സെയിം ആണ്, നേരത്തെ പോലെ തന്നെ എടുത്താൽ മതി. x²/25 പ്ലസ് y²/16 എന്നാണ് കേട്ടോ ഇക്വേഷൻ എടുക്കേണ്ടത്. എല്ലാത്തിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വന്നപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണ്, ആ ഹോൾ സ്ക്വയർ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2a ആണ്. നമുക്ക് ഈ രണ്ട് ക്വസ്റ്റിനും കൂടെ ഒരുമിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 19ഉം ക്വസ്റ്റ്യൻ നമ്പർ 20യും കൂടെ ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മേജർ ആക്സിസ്, ഞാൻ ക്യാപിറ്റൽ എം എന്ന് വെറുതെ ഡിനോട്ട് ചെയ്യാം. മേജർ ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2a ആണ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഇനി ലെങ്ത്, ഈ മൈനർ ആക്സിസിന്റെ ലെങ്ത് ആണ് ചോദിക്കണമെങ്കിൽ ഞാൻ സ്മോൾ എം എന്ന് ഇടാം, ഈക്വൽ ടു 2b ആണ്. വെറുതെ കൊടുക്കുന്ന ഈ ഒരു സിമ്പിൾ ആണ് കേട്ടോ, ക്യാപിറ്റൽ എം സ്മോൾ എം. അപ്പൊ ക്യാപിറ്റൽ എം ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2a, അപ്പൊ a ആണ് വലിയ നമ്പർ 2a. ഇനി മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b ആണ്. ഇനി നമുക്ക് പറയാമല്ലോ 2 ഇൻറ്റു ഇവിടെ a എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ നേരത്തെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. a ഇസ് ഈക്വൽ ടു 5 ആണ്, b ഇസ് ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞേ, പറയൂ. മേജർ ആക്സിസിന്റെ ലെങ്ത് 10, അപ്പൊ ഓപ്ഷൻ ഡി വരും. ഇനി മൈനർ ആക്സിസിന്റെ ലെങ്തോ 8 യൂണിറ്റ്സ് ആണ്, സോ ഓപ്ഷൻ സി വരും. അപ്പോ 19ഉം 20നും നമുക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി 21 എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം? നമുക്കൊരു ഇക്വേഷൻ തരും, എന്നിട്ട് ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം, ഞാൻ ലാറ്റിസ് റെക്ടം എല്ലാറെന്ന് വെറുതെ കൊടുക്കാം. ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2b²/a ആണ്. 2b²/a ആണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് 32/5. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതെടുത്താൽ മതി, നമുക്ക് ആൻസർ ഒന്നും ചെയ്ത് നോക്കണ്ട. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ചെയ്യാനെന്ന് പറഞ്ഞത്. എയുടെ വാല്യൂ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഫൈവ് ആണെന്ന് നമുക്കറിയാം. എയുടെ വാല്യൂ 5 വരുന്ന രണ്ട് ആൻസറേ ഉള്ളൂ, ഡിയും ബിയും. അതിൽ തന്നെ നമുക്ക് ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b²/a ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്തെന്ന് കിട്ടും? ഓപ്ഷൻ ബി എന്ന് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്ത് സമയം കളയരുത്. ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ, വലിയ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ആൻസർ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ലാറ്റിസ് റെക്ടം? ഇക്വേഷൻ ഓഫ് ലാറ്റിസ് റെക്ടം ആണ് 22nd ക്വസ്റ്റ്യൻ. ലാറ്റിസ് റെക്ടത്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ ഓഫ് ലാറ്റിസ് റെക്ടത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to plus or minus c ആണ്. x is equal to plus or minus c. ഇതാണ് ലാറ്റിസ് റെക്ടത്തിന്റെ ഇക്വേഷൻ. അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത് 2b²/a. ഇക്വേഷൻ ഓഫ് ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത് x is equal to plus or minus c.
അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 3 ആണ്. ആൻസർ പറഞ്ഞോളൂ. 22nd ക്വസ്റ്റ്യൻ. Option A. യെസ്, അത്രേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. If the length of major axis is 10 and minor axis is 8 and major axis is along x-axis, then find the equation of the ellipse എന്നാണ് പറയുന്നത്. സോ മേജർ ആക്സിസിന്റെയും മൈനർ ആക്സിസിന്റെയും ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എലോങ് എക്സ് ആക്സിസ് ആണെന്ന്. അതായത് ജനറൽ നമ്മുടെ ഇക്വേഷൻ ആണ് എന്താണ് x²/a² പ്ലസ് y²/b² ഈക്വൽ ടു 1. ഇനി നമുക്ക് ഇത് തന്നെ ദ മേജർ ആക്സിസ്, അതായത് ഈ എലിപ്സ് മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എലിപ്സിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇനി മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എലിപ്സിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും. എലിപ്സ് നിൽക്കുന്ന പോലെ ആയിരിക്കും. ഇതാണ് വ്യത്യാസം, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് x²/a² പ്ലസ് y²/b² ഈക്വൽ ടു 1. ഇനി മൈനർ എലോങ് വൈ ആക്സിസ് ആണെങ്കിൽ x²/b² പ്ലസ് y²/a² ഈക്വൽ ടു 1 എന്ന് വരും. എ എപ്പോഴും എന്തായിരിക്കണം? എ ആണ് നമ്മുടെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മേജർ ആക്സിസ് എക്സ് കിടക്കുകയാണെങ്കിൽ എക്സിന്റെ കൂടെ എ വരും. ആ മേജർ ആക്സിസ് വൈ കിടക്കുകയാണെങ്കിൽ വൈയുടെ കൂടെ എ വരും. അതാണ് നമ്മൾ പഠിച്ചു വെക്കാനായിട്ട് ഉള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് 10 ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 10 ആണെങ്കിൽ മേജർ ആക്സിസിന്റെ ഇക്വേഷൻ എന്താ ഞാൻ പറഞ്ഞത്? ക്യാപിറ്റൽ M = 2a ആണ്. അതായത് 2 × a ആണ് 10 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു പോലും നോക്കണ്ട. എന്താണ് a = ഇവിടെ നിന്ന് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ആൻഡ് b = ഇവിടെ നിന്ന് എത്ര കിട്ടും? 2b ആണ് മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ b = ഇവിടെ എത്രയെന്ന് കിട്ടും? ബിയുടെ ആൻസർ എത്ര? b എന്ന് പറയുന്നത് 4 അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഇത് എലോങ് എക്സ് ആക്സിസ് x²/5² അല്ലെങ്കിൽ x/5 the whole square plus y/4 the whole square equal to 1 എന്ന് പറയാം. x/5 the whole square plus y/4 the whole square equal to 1 ആണ് ആ ഒരു പെർട്ടിക്കുലർ എലിപ്സിന്റെ ഇക്വേഷൻ. ഇനി അതേ എലിപ്സ് തന്നെ നേരെ തിരിച്ചിട്ടാണ് വരുന്നതെങ്കിലോ, അതായത് y ആക്സിസിലാണ് വരുന്നതെങ്കിൽ എക്സിന്റെ കൂടെ ആര് വരും? എ വരുമോ ബി വരുമോ? B. എക്സിന്റെ കൂടെ ബി വരും. അപ്പൊ ആ എലിപ്സിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. x/4 the whole square അങ്ങനെ വരും. x/4 the whole square plus y/5 the whole square equal to 1 എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു വരും. ഇത്രയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. സോ ഇങ്ങനെ പല രീതിയിൽ ലാറ്റസ് റെക്റ്റം, എക്സെൻട്രിസിറ്റി, ഡയറക്ട്രിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാനായിട്ടുള്ള പ്രോബബിലിറ്റി കൂടുതൽ. നമുക്ക് റിവിഷൻ ആകുമ്പോഴത്തേക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഏറ്റവും കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ വെക്ടേഴ്സ് ആണ്. അടുത്ത ചാപ്റ്റർ നമുക്ക് വെക്ടേഴ്സിലോട്ട് പോവാം. യെസ്, ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോൾഡ് ട്രൂ ഫോർ എ വെക്ടർ ക്വാണ്ടിറ്റി. ഫിസിക്സിലും മാത്സിലും ഇതാണ്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് രണ്ടും ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഡയറക്ഷനും ഉണ്ട്. അതായത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാ. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഒരു സ്പെസിഫിക് ഡയറക്ഷൻ പറയാനായിട്ട് പറ്റില്ല. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പെർട്ടിക്കുലർ പോയിന്റിലും ഓരോ ഡയറക്ഷനാണ്. ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്, അങ്ങനെ ഓരോ ഡയറക്ഷനാണ്. സോ ഒരിക്കലും നമുക്കൊരു എന്ത് പറയാൻ പറ്റില്ല, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഏത് ദിശയിലോട്ടാണ് നമ്മൾ സഞ്ചരിച്ചത് പറയാനായിട്ട് പറ്റില്ല. കാരണം ഓരോ പെർട്ടിക്കുലർ പോയിന്റിലും നമുക്ക് ഓരോ ഡയറക്ഷനാണ്. സോ ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്ന സമയത്ത് എന്താണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഉണ്ട്. ഡയറക്ഷൻ ഈസ് ഫ്രം എ ടു ബി. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഡയറക്ഷനും ഉണ്ട്. സോ ഇത്തരത്തില് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. യെസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സിമ്പിൾ ഓഫ് ഡിനോട്ടിംഗ് എ വെക്ടർ എ. ഒരു വെക്ടർ എ ആണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? സി അല്ലേ? എയുടെ കൂടെ ഒരു ആരോയും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനി യൂണിറ്റ് വെക്ടർ ആണെങ്കിലോ ഐ ജെ കെ ഒക്കെ ആണെങ്കിൽ ആരോ ആണ് വിടുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, അല്ല. ഓക്കെ. ആരോ അല്ല, പകരം ക്യാപ്പ് ഇടും. കറക്റ്റ്. നെക്സ്റ്റ്, ടു വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഇനിഷ്യൽ പോയിന്റ്സ് ആർ കോൾഡ്. ഓക്കെ, രണ്ട് വെക്ടർ ഉണ്ട്. ഈ രണ്ട് വെക്ടറിനും ഒരേ ഇനിഷ്യൽ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വെക്ടേഴ്സിന്, ഇതൊന്നും നമുക്ക് പ്രോബ്ലംസ് അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള വെക്ടേഴ്സിന് എന്താ വിളിക്കുക? പേര് തന്നെ ഉണ്ട്, ഒരേ ഇനിഷ്യൽ പോയിന്റ്സ് ആണെങ്കിൽ കോ ഇനിഷ്യൽ വെക്ടേഴ്സ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, കോ ഇനിഷ്യൽ വെക്ടേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് ട്രൂ ഫോർ ഈക്വൽ വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിന് ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആൻസർ പറഞ്ഞോളൂ. ഓപ്ഷൻ ബി ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം സെയിം ആയാൽ പോരാ, ഡയറക്ഷനും സെയിം ആവണം. ഓക്കെ. ഇനി മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്നൊക്കെ പറയാം. അങ്ങനെ പല രീതിയിൽ അതിനെ വിളിക്കാറുണ്ട്. സോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ്, ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the vector whose initial and final points coincide each other. ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരു വെക്ടറിന്റെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താ വിളിക്കുക? അതായത് ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. എങ്ങനെയാണെങ്കിൽ ആ വെക്ടേഴ്സിനെ എന്താ വിളിക്കുക? സീറോ വെക്ടർ. നൾ വെക്ടർ. സീറോ വെക്ടർ എന്ന് വിളിക്കാം. സീറോ വെക്ടറിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. സീറോ വെക്ടർ എന്ന് അധികം പറയാറില്ല. കൂടുതലും ക്വസ്റ്റ്യനിൽ വരാൻ നൾ വെക്ടർ എന്നായിരിക്കും കേട്ടോ. അപ്പൊ നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ അത് സീറോ വെക്ടർ ആണ് എന്നൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സീറോ വെക്ടർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കണ്ടീഷൻ ഫോർ ടു വെക്ടേഴ്സ് ടു ബി കൊളീനിയർ. രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താ? ഓപ്ഷൻ എ ആണ്, പാരലൽ ടു ദ സെയിം ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്, ഓപ്ഷൻ എ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പൊ ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വായിച്ച് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വെക്ടർ എ ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 4j ക്യാപ് ആൻഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു 3i ക്യാപ് മൈനസ് 3j ക്യാപ്, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ വെക്ടർ എ തന്നിട്ടുണ്ട് ഐ ക്യാപ് പ്ലസ് 4j ക്യാപ്, വെക്ടർ ബി തന്നിട്ടുണ്ട് 3i ക്യാപ് മൈനസ് 3j ക്യാപ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിക്കുക. വെക്ടർ എ പ്ലസ് ബി മീൻസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ് കേട്ടോ. അപ്പോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആദ്യം കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിംപ്ലി നമുക്ക് അതിനെ ഒന്ന് ആഡപ്പ് ചെയ്താൽ മതി. നമുക്കൊന്ന് നോക്കാം. എന്താണ്? ഐ ക്യാപ് പ്ലസ് 4j ക്യാപ് ആണ്, പ്ലസ് എന്ത് ചെയ്യുക? 3i ക്യാപ് പ്ലസ് മൈനസ് 3j ക്യാപ്. എല്ലാം സ്മോൾ ലെറ്റർ ആണ്, ഐയും ജെയും ഒക്കെ സ്മോൾ ലെറ്റർ ആണ്. സോ ഇതിനെ നമ്മളൊന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 1 പ്ലസ് 3 4 എന്ന് വരും. അതിനെ എഴുതണോ? അല്ലെങ്കിൽ ഞാൻ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ 1 പ്ലസ് 3. നമുക്ക് നോക്കാം. 1 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പൊ 1 പ്ലസ് 3 ഐ ക്യാപ് പ്ലസ് ഇവിടെ 4 ഇവിടെ മൈനസ് 3, അപ്പൊ 4 മൈനസ് 3 ജെ ക്യാപ് എന്ന് വരും. അപ്പൊ നമ്മുടെ ഫൈനൽ വെക്ടർ എന്ന് പറയുന്നത് 4i ക്യാപ് പ്ലസ് ജെ ക്യാപ് എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ എ ക്യാപ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ്, അതായത് ഇതിന്റെ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ.
നമുക്ക് ഡയറക്ഷൻ എടുക്കണ്ട. ഐ ക്യാപ്പും ജെ ക്യാപ്പും എല്ലാം ഡയറക്ഷൻസ് ആണ്. നമുക്ക് അത് വേണ്ട, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പൊ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. സോ ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 17 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ദ ഓപ്ഷൻ ഈസ് റൂട്ട് 17. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഈ ചിലപ്പോൾ ക്വസ്റ്റ്യൻ മൈനസ് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്നൊക്കെ ആയിരിക്കും. അപ്പം ന്യൂമറിക്കലി അതെല്ലാം എന്താണ്, പ്ലസിന് പകരം മൈനസ് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8th question. Find the sum of the vectors vector A equal to 6 I cap minus 3 j cap and vector B is equal to 5 I cap plus 4 j cap. ഇതിന്റെ സം കണ്ടുപിടിക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആ ഇക്വേഷൻ എല്ലാം വാരി വലിച്ച് എഴുതണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ കോഎഫിഷ്യൻസ് എഴുതി തന്നെ ചെയ്യാം. ആദ്യത്തെ ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത് 6ഉം 5ഉം ആണ്. സോ അത് ഒരുമിച്ച് എഴുതാമല്ലോ, 6 പ്ലസ് 5 ഐ ക്യാപ്പ്. ഓക്കെ, ഇനി പ്ലസ് ജെ ക്യാപ്പിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വെക്ടറിൽ, അതായത് വെക്ടർ എയില് -3, വെക്ടർ ബിയില് +4. അപ്പൊ -3 + 4, -3 + 4 ജെ ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ 11 ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ്. 1 നമ്മൾ എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പം 11 ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ 11 ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് 9th question. Find the vector C if A minus B plus C is equal to 6I plus 8J, where A is equal to 7I cap, 7I plus 2J, and vector B is equal to 4I minus 5J. അപ്പോൾ ഇവിടെ നമുക്ക് വെക്ടർ സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ വെക്ടർ അല്ലെങ്കിൽ എ മൈനസ് സി ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്, ലൈക്ക് ഓരോ തന്നിട്ടുള്ള ഇത് നമുക്ക് എഴുതാം. വെക്ടർ എ മൈനസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഇസ് ഈക്വൽ ടു 6 ഐ ക്യാപ് പ്ലസ് 8 ജെ ക്യാപ് എന്ന് അവിടെ തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് നമ്മുടെ ആദ്യത്തെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ തന്നിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു എന്താണ്, വെക്ടർ എ ഇസ് ഈക്വൽ ടു 7i പ്ലസ് 2j ആണ്. ഇനി വെക്ടർ ബി ഇസ് ഈക്വൽ ടു 4i മൈനസ് 5j ആണ്. സോ ഈ വാല്യൂസ് ഏതൊക്കെ, എയുടെയും ബിയുടെ ഒക്കെ വാല്യൂസ് നമുക്ക് ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്താണ്, എ മൈനസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് 7i ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് 4i ക്യാപ് മൈനസ് 5j ക്യാപ് പ്ലസ് വെക്ടർ സി ഈക്വൽ ടു 6i ക്യാപ് പ്ലസ് 8j ക്യാപ് എന്ന് വരും. ഓക്കെ, അപ്പം വെക്ടർ സി എന്ന് പറയുന്നത് എന്താണ്, ഇതിനെല്ലാം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് സിമ്പിൾ ഇക്വേഷൻസ് പോലെ സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വെക്ടർ സി എന്ന് പറയുന്നത് 6i ക്യാപ് പ്ലസ് 8j ക്യാപ് മൈനസ് 7i ക്യാപ് പ്ലസ് 2j ക്യാപ്. അവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ വന്നപ്പോ പ്ലസ് ആയി. എന്താണ്, 4i ക്യാപ് പ്ലസ് 5j ക്യാപ്. അപ്പോ ഇനി നമ്മൾ എടുക്കേണ്ടത് 4i ക്യാപ് പ്ലസ്, തെളിഞ്ഞില്ലല്ലേ, ജസ്റ്റ് പ്ലസ് 4i ക്യാപ് മൈനസ് 5j ക്യാപ്. ഇനി നമുക്ക് ഐയുടെ കോഎഫിഷ്യൻസ് മാത്രം എടുക്കാം. ഐ നമുക്ക് ആദ്യം എഴുതാം. അപ്പൊ ഐ നമുക്ക് ആദ്യം എഴുതുമ്പോഴത്തേക്ക് ബാക്കി എന്തുണ്ട്, ഒരു 6 ഉണ്ട്, അടുത്തൊരു -7 ആണ്, അടുത്തൊരു +4 ആണ്. ഓക്കെ, ഇനി പ്ലസ് ഇട്ടിട്ട് ജെയുടെ കോഎഫിഷ്യൻസ് എടുക്കാം. അപ്പൊ ജെ നമുക്ക് എടുക്കാം. ജെ ക്യാപ് എടുത്തിട്ട് ബാക്കി എന്തുണ്ട്, 8 -2 -5. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 6 - 7 + 4, ആദ്യം 6 4 കൂടെ കൂട്ടിയിട്ട് 7 കുറയ്ക്കാം. അപ്പൊ എന്ത് കിട്ടും, 10 - 7 നമുക്ക് 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 3i ക്യാപ് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. 8 - 2 -5. അപ്പൊ -2 -5 7 ആണ്. അപ്പൊ 7 80 എന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് +1 തന്നെ കിട്ടും. അപ്പൊ +1 നമുക്ക് എഴുതണ്ട, ജെ ക്യാപ്. ഓക്കെ, അപ്പൊ നമുക്ക് വെക്ടർ സി എന്ന് പറയുന്നത് 3i ക്യാപ് പ്ലസ് 2j ക്യാപ് എന്ന് കിട്ടും. ഓക്കെ, 3i ക്യാപ് പ്ലസ് 3i ക്യാപ് പ്ലസ് j ക്യാപ് എന്ന് കിട്ടും ആൻസർ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 3i ക്യാപ് പ്ലസ് j ക്യാപ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. നമ്മുടെ നോർമൽ ലീനിയർ ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തെടുക്കില്ല, അപ്പം അതുപോലെ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷൻസ് ഒക്കെ ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുത്താൽ മതി. ഐയും ജെയും കെയും ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ കോഎഫിഷ്യൻസ് എടുക്കുക, ചിലപ്പോൾ കെയും കൂടെ വരും. അപ്പൊ അതിന്റെ കൂടെ കോഎഫിഷ്യൻസ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ്
ചെയ്ത് പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ എ ആൻഡ് സ്കേലാർ ലാംഡ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു ലാംഡ എന്ന് പറയുന്ന ഒരു സ്കേലാറുമായിട്ട് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ലാംഡ വെക്ടർ എ എന്ന് ഡിനോട്ട് ചെയ്യും. ഓപ്ഷൻ എ ആണ് ആൻസർ. 11th ക്വസ്റ്റ്യൻ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാം 1 ആണ്. അപ്പം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അതിന്റെ റൂട്ട് എടുക്കുക. 1 പ്ലസ് 1 പ്ലസ് 1 3 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് √3. അപ്പൊ അതും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് മാഗ്നിറ്റ്യൂഡ് സപ്പോസ് ഈ ഒരു ഇക്വേഷൻ xi ക്യാപ് പ്ലസ് y j ക്യാപ് പ്ലസ് z k ക്യാപ് എന്നായിരുന്നുവെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മോഡുലസ് എന്ന് പറയുന്നത് എന്ത് വരും? √(x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ). അതിന്റെ കോഎഫിഷ്യൻസിന്റെ സ്ക്വയറിന്റെ സം എടുത്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പൊ ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12. യെസ്, if vector a equal to I cap plus j cap plus k cap and lambda is equal to 5, then lambda a എത്രയായിരിക്കും? ചെയ്യണ്ട, ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന ഇക്വേഷൻ. ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി. എല്ലാത്തിന്റെ കൂടെ ഒരു 5 വരും. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞതാണ്, ഒരു സ്കെയിലാർ ആയിട്ടുള്ള വെക്ടർ ലാംഡ കൊണ്ട് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാംഡ എ തന്നെ എഴുതാം. എന്നിട്ട് അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. Next question. Yes. Find the value of x, y, z if vector a equal to xi cap plus 2j cap plus z k cap and b is equal to 2i cap plus y j cap plus k cap are equal. ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ജസ്റ്റ് ആ വെക്ടേഴ്സ് താഴ്ത്താ എഴുതിയാൽ മതി. xi cap plus 2j cap plus z k cap. ഇനി b is equal to എന്താണ്? 2i cap പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് ആരാണ്? 2 ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എത്ര വരും? 2 വരും. ക്ലിയർ ആയോ? രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഓപ്ഷൻ എ. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ എല്ലാം അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എല്ലാം സെയിം ആയിരിക്കണം. അതായത് ഈ ഒരു എക്സ് വൈ ഇസഡ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ കോഎഫിഷ്യൻസും സെയിം ആയിരിക്കണം. അപ്പൊ വൈയുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 2 ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇസഡിന്റെ സ്ഥാനത്ത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ 1 എന്നാണ് ആൻസർ. അപ്പോ ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 2, y is equal to 2 and z is equal to 1 എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് ഇവിടെ ഏതിലാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. സ്കേലാർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻഡ് ദ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്, ഈക്വൽ ടു 2i പ്ലസ് 5j ആൻഡ് b is equal to 6i minus 7j. ഇതിന്റെ സ്കേലാർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്കേലാർ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇവിടെ ഇക്വേറ്റേഴ്സ് എടുക്കണ്ട. അവിടെ ജസ്റ്റ് അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കിയാൽ മതി. സോ നമുക്ക് ഇവിടെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വിളിക്കും കേട്ടോ. സോ a ഇൻറ്റു വെക്ടർ b ഇസ് ഈക്വൽ ടു സ്കേലാർ പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ എന്താ? a1 b1 പ്ലസ് a1 b2 അല്ലേ? ഇതല്ലേ ഇക്വേഷൻ. സോ നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് 2i ക്യാപ് പ്ലസ് 5j ക്യാപ് ഡോട്ട് 6i ക്യാപ് മൈനസ് 7j ക്യാപ് ആണ്. അപ്പോ നമുക്കിവിടെ എന്ത് വരും? 2 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു മൈനസ് 7 എന്ന് വരും. ആൻസർ 2 ഇൻറ്റു 6 12 മൈനസ് 35. 12 നിന്ന് 35 കുറയ്ക്കുമ്പോഴത്തേക്ക് 23. അതിന്റെ സൈൻ എടുക്കുമ്പോഴത്തേക്ക് വലുത് മൈനസ് 23 is the answer. That is the scalar product. Option B is the answer. Next question 15. Direct find the angle between vectors. അതാണ്. Find the angle between two vectors a and b with magnitude √3 and √2 respectively and scalar product a dot b is equal to 3√2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ സ്കേലാർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ സ്കേലാർ പ്രൊഡക്റ്റ്
കണ്ടുപിടിക്കാനായിട്ട് മാഗ്നിറ്റ്യൂഡുകൾ തന്നിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സിന്റെ എന്റെയും ബിന്റെയും മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അവരുടെ ഡോട്ട് പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. 3√2 ആണ് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് cos θ is equal to modulus of vector A modulus of vector B divided by അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് വെക്ടർ A ഡോട്ട് വെക്ടർ B. അതായത് cos θ is equal to, അപ്പൊ ഇതാണ് ഇക്വേഷൻ, ആംഗിളിന്റെ ഇക്വേഷൻ. സോ cos θ is equal to എന്തെന്ന് വരും? √3 into √2 divided by 3√2 എന്ന് വരും. അപ്പോ ഇവിടെ √3 into √2 divided by 3√2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്തെടുക്കാം. അപ്പൊ ഇക്വൽ ടു √3/3 എന്ന് വരും. അപ്പൊ √3/3 നമുക്ക് √3 into √3 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഒന്നും കൂടെ കട്ട് ചെയ്ത് കളയാമല്ലോ. ബാക്കി എന്ത് വരും? 1/√3 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ കോസ് തീറ്റ ആണ് എന്ത് കിട്ടിയത്? കോസ് തീറ്റ ആണ് 1/3 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/√3 എന്നായിരിക്കും ആൻസർ. ചിലപ്പോൾ അതിന്റെ ഡയറക്റ്റ് വാല്യൂ ആയിരിക്കും തന്നിരിക്കുക. 60 ആണോ 45 ആണോ 30 ആണോ അങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും തന്നിരിക്കുക. സോ ആ വാല്യൂസ് വെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? കോസ് ഇൻവേഴ്സ് 1/√3 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തത് യെസ്, ഫൈൻഡ് ദ പ്രൊജക്ഷൻ. ഇനി നമ്മൾ വെക്ടറിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യുമെന്ന് കണ്ടു. ആ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അത് വെച്ചിട്ട് നമ്മൾ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ വെക്ടർ ബി അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട് 8i - j ആണ്, j + 6k. വെക്ടർ ബി എന്ന് പറയുന്നത് 4i + 3j ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാം. സോ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/mod of vector b into a dot vector a dot vector b അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് വെക്ടർ ബിയും കണ്ടുപിടിക്കണം, അതിന്റെ പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കിയാലോ. മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ബിയുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ വെക്ടർ ബി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. ഇനി ഞാൻ എടുത്ത് എഴുതുന്നില്ല, ടൈം കളയുന്നില്ല. ഡയറക്റ്റ് നമുക്കറിയാം √4² + 3² ആണ്. അതിന്റെ കോഎഫിഷ്യൻസിന്റെ സ്ക്വയറിന്റെ സമ്മിന്റെ റൂട്ട്. അപ്പോ 16 + 9 25 എന്നാ വരിക. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാണ് 5 എന്ന് കിട്ടും. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ലൈക്ക് 8ഉം 4ഉം. അപ്പം 8 × 4. ഇനി അടുത്ത എന്താണ്? -j. അപ്പം -1ഉം 3ഉം ആണ്. അപ്പം -1 × 3. അടുത്തത് ഇവിടെ 6k, അവിടെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? +0 is equal to 32 ആണ്. 8 × 4 32 -1 × 3 3 എന്ന് തന്നെ വരും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 29 ആണെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷന്റെ ഇക്വേഷൻ എന്താണ്? പ്രൊജക്ഷന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് -1/mod of vector b into അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ്. അപ്പം 1/mod of vector b എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 29 നമുക്ക് കിട്ടി. ഇനി മോഡുലസ് എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് കിട്ടി. അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 29/5 ആയിരിക്കും ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ഇതാണ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും സ്കേലാർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ഇക്വേഷൻ ഒന്നും എഴുതുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യാം. ഇവിടെ ഐയുടെ കൂടെ 6 വെക്ടർ ബി ഇവിടെ 6 വരും. അപ്പോ 6 × 6 ഡയറക്റ്റ് 36 എന്ന് തന്നെ എഴുതാം. ടൈം കളയണ്ടല്ലോ. അപ്പൊ ഡയറക്റ്റ് 36 എന്ന് തന്നെ എഴുതി. അടുത്തത് മൈനസ് ആണ്. മൈനസ് ഇവിടെ വരുന്നത് 7 ആണ്, ഇവിടെ വരുന്നത്
7J അവിടെ വരുന്നത് -7K ആണ്. അപ്പോ എന്ത് വരും? -7 × 0. കാരണം ജെയുടെ വാല്യൂ അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. അടുത്ത എന്താണ്? ഇവിടെ 5 ഉണ്ട്, ഇവിടെ -7 ഉണ്ട്. അപ്പോ ആൻസർ എന്ത് കിട്ടും? -5 × 7. ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതാം. ഓക്കെ, അപ്പൊ 36 -0 വേണ്ട, 35 എന്ന് വരും. സോ ആൻസർ 1 എന്ന് കിട്ടും. ഇനി എടുത്ത് എഴുതിയൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. സോ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഓപ്ഷൻ എ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് 0 വന്നതെന്ന് ആർക്കും ഡൗട്ട് കാണില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ജെ ഉണ്ട്, ഇവിടെ ആ ജെ ഇല്ല. അപ്പം ജെയും ജെയും എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് അത് പാരലൽ ആണ്, ഒരേ ഡയറക്ഷൻ ആണല്ലോ. അപ്പൊ ഒരേ ഡയറക്ഷൻ ആകുമ്പോഴത്തേക്ക് പാരലൽ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ 0 വന്നത്. നെക്സ്റ്റ് 18th question. If vector A equal to I minus j plus 3k, vector B is equal to 5i minus 2j plus k, and C is equal to I minus j, are such that vector A plus mu B is perpendicular to vector C, then value of mu എത്രയായിരിക്കും എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എല്ലാ വെക്ടേഴ്സും തന്നിട്ടുണ്ട്. വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്, ആൻഡ് വെക്ടർ സി തന്നിട്ടുണ്ട്. ഓൾസോ നമുക്ക് തന്നിട്ടുണ്ട് എ പ്ലസ് മ്യൂ ബി എന്ന് പറയുന്നത് സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഞാൻ വെക്ടർ പറയുന്നില്ല. വെക്ടർ എ പ്ലസ് മ്യൂ വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ സിക്ക് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് തമ്മിൽ പരസ്പരം എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിട്ട് വരും? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിട്ട് വരും. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിട്ട് വരും. അതാണ് ഇക്വേഷൻ, അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് എന്താണ്? വെക്ടർ എ പ്ലസ് മ്യൂ ബി, വെക്ടർ എ പ്ലസ് മ്യൂ വെക്ടർ ബി ഡോട്ട് വെക്ടർ സി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതുമല്ലോ. I മൈനസ് ജെ പ്ലസ് 3k പ്ലസ് മ്യൂ ഇൻറ്റു 5i മൈനസ് 2j പ്ലസ് k ഡോട്ട് I മൈനസ് j ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഡോട്ട് ഒന്നും ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഡയറക്റ്റ് ഈ സ്ക്രീനിൽ വരാനായിട്ട്. അതുകൊണ്ടാണ് ഡോട്ടൊക്കെ ചിലയിടത്ത് മിസ്സായിട്ട് പോകും. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അറിയാമല്ലോ, ഇപ്പൊ അറിയാമല്ലോ എന്താണെന്ന്. സോ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഡോട്ട് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഡോട്ട് ലൈക്ക് നമുക്ക് ഇതിന് ആദ്യം ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ വരും? 1 പ്ലസ് 5 മ്യൂ ഇൻറ്റു ഐ ക്യാപ് മൈനസ് 1 പ്ലസ് 2 മ്യൂ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് മ്യൂ പ്ലസ് 3 കെ ക്യാപ്. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എന്തുമായിട്ട് എടുക്കേണ്ടത്? ഐ ക്യാപ് മൈനസ് ജെ ക്യാപ്പുമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും. ഇതിൽ ഏതില്ല? ഐ ക്യാപ് മൈനസ് ജെ ക്യാപ്പ് ആണ്. അപ്പോ കെ ഇല്ല. കെയുടെ കോഎഫിഷ്യൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻസ് മാത്രം എടുത്താൽ മതിയാവും. കാരണം ഒന്നില് കെ ഇല്ല. നമുക്ക് തന്നിട്ടുള്ള അടുത്ത വെക്ടർ സി എന്ന് പറയുന്നത് ഐ ക്യാപ് മൈനസ് ജെ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ കെ മിസ്സിംഗ് ആണ്. അപ്പൊ മ്യൂ പ്ലസ് 3 എന്ന് പറയുന്ന ആ ഒരു കോഎഫിഷ്യന്റ് നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അത് എഴുതേണ്ട കാര്യമില്ല, കാരണം അത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് 0 ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? 1 പ്ലസ് 5 മ്യൂ പ്ലസ് 1 പ്ലസ് 2 മ്യൂ അല്ലെ ഈക്വൽ ടു 0 എന്ന് വരും. യെസ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ എങ്ങനെ വരും? 1 പ്ലസ് 1 2 ആണ്. ഇനി 5 മ്യൂ പ്ലസ് 2 മ്യൂ എന്ന് പറയുന്നത് 7 മ്യൂ പ്ലസ് 7 മ്യൂ എന്ന് വരും. ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ഈ വാല്യൂസ് ഒന്ന് അപ്പുറത്തേക്ക് കൊടുത്താൽ മതി. 7 മ്യൂ ഈക്വൽ ടു 2 എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടെന്നാണ് കരുതുന്നത്. ബോർഡ് ഇങ്ങനെ ഐ ജെ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് ഒരു മിസ്പ്ലേസിംഗ് വരുന്നുണ്ട്. യെസ്, 7 മ്യൂ ഇസ് ഈക്വൽ ടു -2 എന്ന് വരും. ആൻഡ് മ്യൂ ഇസ് ഈക്വൽ ടു -2/7 എന്ന് വരും. സോ ദിസ് ഇസ് ദ ആൻസർ. മ്യൂ ഇസ് ഈക്വൽ ടു -2/7. അപ്പോ വേറൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്?
ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക്, അതായത് പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് വരും? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് അത് 0 ആയിട്ട് പോകും. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ലാംഡ വെച്ചിട്ട് ഒരു സ്കെയിലാർ വെച്ചിട്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്കറിയാം. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ അതിന്റെ ആഡ് ചെയ്ത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് 0 ആയിട്ട് അതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് യുടെ വാല്യൂ കിട്ടും. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.